ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരുപാട് പേർ കറക്റ്റായിട്ട് 8 മണിക്കൂർ ഉറങ്ങിയിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ അൺറിഫ്രഷ്ഡായി ക്ഷീണത്തോടെ അസ്വസ്ഥതയോടെ എഴുന്നേൽക്കുന്നവരുണ്ട്. എന്തായിരിക്കാം അതിന്റെ കാരണങ്ങൾ? അതിനെപ്പറ്റി മനസ്സിലാക്കി തരികയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എങ്ങനെയാണ് നമ്മുടെ ഉറക്കം നടക്കുന്നത്? 3 സ്റ്റേജസിലായിട്ടാണ് നമ്മുടെ ഉറക്കം കിട്ടുന്നത്. ആദ്യത്തെ ഒരു ലൈറ്റ് സ്ലീപ്പാണ്. ആദ്യത്തെ ഉറക്കം വരുന്ന ആ ഒരു സമയം, ആ സമയത്ത് നമ്മുടെ മസിൽസ് അതേപോലെ ബ്രെയിൻ എല്ലാം തന്നെ നല്ല റിലാക്സ്ഡ് ആവുന്നു. ഇപ്പൊ ഞാൻ ഉറങ്ങും എന്നൊരവസ്ഥ. അതാണ് ആദ്യത്തെ ലൈറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഡീപ്പ് സ്ലീപ്പാണ്. ഈ സമയത്ത് നല്ലതുപോലെ നമ്മൾ ഉറങ്ങുന്നുണ്ട്. ആ സമയത്ത് എന്താണ് ഉണ്ടാകുന്നത്? നമ്മുടെ മസിൽസിന്റെ റിപ്പയർ, അതേപോലെ ഗ്രോത്ത് ഹോർമോൺസ്, എല്ലാ രീതിയിലും എല്ലാ തരത്തിലുള്ള ഹോർമോൺസും കറക്റ്റ് ചെയ്യുന്നു. അതേപോലെ നല്ല രീതിയിൽ ഊർജം നമുക്ക് ലഭിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും ഡീപ്പ് സ്ലീപ്പിൽ നടക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തേത് REM സ്ലീപ്പാണ്, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. ആ സമയത്താണ് നമ്മുടെ ബിഹേവിയർ, മൂഡ്, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, അതായത് ലേണിങ്, മെമ്മറി, ഇതൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആകുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഇത് നമ്മൾ കുറച്ച് സമയം കൊണ്ടാണ് ഈ ഒരു സൈക്കിൾ പൂർത്തിയാകുന്നത്. പിന്നെയും അതേ സൈക്കിൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഈ കിടക്കുന്ന 7 മുതൽ 8 മണിക്കൂർ വരെ സംഭവിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ഇത്ര അധികം നേരം കിടന്നിട്ടും നമുക്ക് ക്ഷീണം മാറുന്നില്ല? അതിന് പല കാരണങ്ങളാണ്. നമ്മൾ അറിയാതെ തന്നെ, അതായത് നമ്മുടെ അസുഖമാണ് പക്ഷെ നമ്മൾ അറിയുന്നില്ല, അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും, ഇതാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ആദ്യത്തേത് സ്ലീപ്പ് ആപ്നിയ സിൻഡ്രോം ആണ്. ഈ ഒരു കണ്ടീഷനിൽ എന്താണ് ഉണ്ടാകുന്നത്? ഇതൊരു ഡിസീസ് ആണ് ശരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മൾ ഉറങ്ങുന്ന ആ ഒരു ഡീപ്പ് സ്ലീപ്പില് നമുക്ക് പെട്ടെന്ന് തന്നെ ശ്വാസം കിട്ടാത്തത് പോലെ തോന്നുന്നു. അതായത് ഒരു ചെറിയ ഓക്സിജൻ ഡെഫിഷ്യൻസി. ഉടനെ തന്നെ നമ്മൾ ഞെട്ടി എഴുന്നേൽക്കുന്നു, എന്തോ അസ്വസ്ഥത തോന്നുന്നു, നമ്മൾ ഞെട്ടി എഴുന്നേൽക്കുന്നു. ഇപ്പൊ പേഷ്യന്റ് ചിലപ്പോൾ 1 or 2 പ്രാവശ്യമായിരിക്കും ഈ ഒരു രാത്രിയിൽ നമ്മൾ അതായത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകുന്നത് 1 or 2 പ്രാവശ്യമാണെങ്കിലും ഈ ഒരു പേഷ്യന്റ്, സ്ലീപ്പ് ആപ്നിയ സിൻഡ്രോം ഉള്ള ഒരു പേഷ്യന്റ് കുറേ പ്രാവശ്യം ഇതേപോലെ തന്നെ ചെറുതായിട്ട് ഉണർന്നിട്ടുണ്ടാകാം, നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിട്ടുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ലീപ്പ് ശരിയായിട്ടുണ്ടാവില്ല. പക്ഷെ അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ 1 or 2 പ്രാവശ്യമായിരിക്കും ഇവര് കണ്ണ് തുറന്ന് ശ്വാസം മുട്ടി എഴുന്നേറ്റത്. പക്ഷെ പല പ്രാവശ്യവും ഇവിടെ ബ്രെയിൻ ആക്റ്റീവായിട്ട് എഴുന്നേറ്റിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഉണർന്നിട്ടുണ്ടാവാം. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഉറക്കം ശരിയായിട്ട് ലഭിക്കുന്നില്ല. ഇത് നമ്മൾ ശരിക്കും ഡിസീസാണ്, നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. രണ്ടാമത്തേത് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ആണ്. അപ്പൊ ഇതില് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്ന സമയത്ത് എല്ലാവരിലും ഉള്ളത് തന്നെയാണ്, പക്ഷെ ഇത് കൂടി വരുമ്പോൾ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ലൈറ്റ് സ്ലീപ്പിന്റെ സമയത്ത് നമുക്ക് പലതരത്തിലുള്ള തോട്ട്സ്, ചിന്തകൾ കയറി വരുന്നു. അതില് ചിലപ്പോൾ പഴയ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ പ്രസന്റിൽ ഉണ്ടാകുന്ന ടെൻഷൻസ് ആയിരിക്കാം. എന്ത് കാര്യമാണെങ്കിലും ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തകൾ കൂടി വന്നിട്ട് നമുക്ക് ഉറക്കം കിട്ടാതെ വരുന്നു. ചിലപ്പോൾ ഉറക്കം കുറേ നേരത്തേക്ക് കിട്ടില്ല. പിന്നെ ചില സമയങ്ങളിൽ രാത്രിയിൽ എപ്പോഴെങ്കിലും എഴുന്നേൽക്കേണ്ടി വന്നാൽ, ഇപ്പൊ യൂറിൻ പാസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും എഴുന്നേൽക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചിന്തകൾ കയറി വരുന്നു. അങ്ങനെ നമുക്ക് ടെൻഷനായിട്ട് ഉറക്കം നഷ്ടപ്പെടുന്നു. ഒരു 3 മണി, ഒരുപാട് പേഷ്യൻസ് പറയുന്നതാണ്, ഒരു 3 മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നു. ചിലവർക്ക് പാനിക് അറ്റാക്സ് തന്നെ വന്നിട്ട് ഉറക്കം ഡിസ്റ്റർബ് ആവുന്ന ആൾക്കാരുമുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തേത് ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ആണ്. പലതരത്തിലുള്ള ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി, വൈറ്റമിൻ B12, വൈറ്റമിൻ D, അതേപോലെ മാഗ്നീഷ്യം ഒക്കെ നമ്മുടെ മസിൽസിന് ഒത്തിരി ആവശ്യമുള്ളതാണ്. വൈറ്റമിൻ D വീട്ടിലിരിക്കുന്ന ആളുകൾ ആവശ്യത്തിന് വെയിൽ കൊള്ളാതെ ഉണ്ടാകാനൊരിടയുണ്ട്. അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഭയങ്കര ക്ഷീണം, മുടി ഒഴിച്ചിൽ, അതിന്റെ കൂടെ ഉറക്ക പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് രാത്രിയിൽ നമുക്ക് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവാം. ഈ 3 കാര്യങ്ങൾക്കും ആവശ്യമെങ്കിൽ മരുന്നെടുക്കേണ്ടതുണ്ട്. ഇനി നമ്മളാൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണ്? രാത്രിയിൽ നമ്മൾ ഫോൺ നോക്കുക. ഈ ഫോൺ നോക്കുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുന്നത്? ഈ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലോട്ട് അടിക്കുന്നു. നമ്മുടെ ബ്രെയിൻ പിന്നെയും ആക്റ്റീവ് ആയിട്ട് വരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉറക്കം ശരിയായിട്ട് ലഭിക്കുന്നില്ല. രാത്രിയിൽ ഫോൺ നോക്കി പെട്ടെന്ന് നമ്മൾ ഫോൺ സ്റ്റോപ്പ് ചെയ്താലും നമ്മുടെ ബ്രെയിൻ അതിൽ തന്നെ കിടന്ന് കളിക്കുകയായിരിക്കും. ഉറക്കം ശരിക്കും കിട്ടുന്നുണ്ടാവില്ല. ഇനി അടുത്ത ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, തീരെ എക്സർസൈസ് ഇല്ലാത്ത ആളുകൾ. എക്സർസൈസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് ക്ഷീണവുമില്ല, അതേപോലെ തന്നെ നമ്മുടെ
ബ്രെയിൻ പല കാര്യങ്ങൾ ചിന്തകളിലോട്ട് പോകാം. എക്സർസൈസ് തീരെ ഇല്ലാത്തവർക്ക് ഇതേപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് റൊട്ടീൻ ഇല്ല, അതായത് ഇന്ന സമയത്ത് ഇപ്പോൾ ഒരു 10 മണിക്ക് നമ്മൾ കിടക്കാം എന്ന് വിചാരിക്കുന്ന ആളുകൾ ആ സമയത്ത് തന്നെ വരുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു റിഫ്ലക്സ് ഉണ്ട്. അത് വെച്ച് നമുക്ക് അറിയാൻ പറ്റും ഇന്ന സമയത്ത് ഈ പേഴ്സൺ ഉറങ്ങാൻ പോവുകയാണ് എന്നുള്ളത്. ആ ഒരു മൈൻഡിന്റെ സെറ്റപ്പ് ഫോം ചെയ്യും. പക്ഷെ അങ്ങനെ ഇല്ലാത്തവര് ചിലപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങുന്നു, ചിലപ്പോൾ രാത്രി ഉറങ്ങുന്നു. ടൈം ഇല്ലാതെ ഉറങ്ങുന്നവർക്കും ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. രാത്രിയിൽ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളിൽ വയറ് വീർക്കാനും ആ അസ്വസ്ഥത കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോരാനും ഉറക്കം ശരിയാവാതിരിക്കാനും ഉള്ള ഒരു ഇടയുണ്ട്. പിന്നെ പല കാരണങ്ങൾ, കഫീൻ കഴിക്കുന്ന, രാത്രിയിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ടൈം ഷെഡ്യൂൾ വേറെ ആയതുകൊണ്ട് ഒരുപാട് കഫീൻ രാത്രിയിൽ കുടിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഒരുപാട് ആക്റ്റീവ് ആകാനും പിന്നീട് ഉറക്കം ശരിയാവാതിരിക്കാനും ഒക്കെ ഇടയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിനിങ് ആയിട്ട് നമുക്ക് ഒരു ഉറക്ക പ്രശ്നം കാണിക്കുകയാണെങ്കിൽ മാറ്റിയെടുക്കേണ്ട ഒരു അത്യാവശ്യമാണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി ആക്റ്റീവ് ആകുന്നു, നമ്മുടെ എന്താ പറയാ കാര്യങ്ങൾ ചെയ്യാൻ ഫാസ്റ്റ് ആകുന്നു, നല്ലതായിട്ട് ഊർജം ലഭിക്കുന്നു. ഇങ്ങനെയൊക്കെ കുറേ ഗുണഗണങ്ങൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉറക്കം ലഭിച്ചാൽ നമുക്ക് കിട്ടും. പിന്നെ ഇനി പേഷ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള പേഷ്യൻസ് ഉറക്ക പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ ഈ ആദ്യത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അങ്ങനെ ഒരു കേസ് വന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. ഒരു കേസിന് ഈ സ്ലീപ്പ് ആപ്നിയ സിൻഡ്രോമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഡെഫിഷ്യൻസീസ് എല്ലാം ചെക്ക് ചെയ്തു, അതെല്ലാം റൂൾ ഔട്ട് ചെയ്തു, അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ നമുക്ക് ഉറക്കം ആവശ്യത്തിന് കിട്ടുന്നില്ല. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ അവർ ഓൾറെഡി അവരുടെ വാച്ചിൽ അത് കാണിക്കുന്നുണ്ട് എത്ര സമയം നമുക്ക് കറക്റ്റ് ആയിട്ട് ഉറങ്ങി എന്നുള്ളത്. അത് ചിലപ്പോൾ എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല, എങ്കിലും അവർക്ക് ആ ക്ഷീണം കാണുമ്പോൾ അത് അവരുടെ ലക്ഷണങ്ങൾ വെച്ചാണ് പറയുന്നത്. പക്ഷെ വാച്ചിലും 8 hours അവർ ഉറങ്ങുന്നുണ്ടെങ്കിലും 2 hours ആണ് അവർ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, അവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല രീതിയിൽ ക്ഷീണവും വളരെ അൺറിഫ്രഷ്ഡ് ആയിട്ടാണ് ആ പേഷ്യന്റ് ഇരുന്നിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ പ്രത്യേകിച്ച് വേറെ കാരണങ്ങൾ ഒന്നുമില്ലെങ്കിലും നമ്മുടെ മൊത്തമായിട്ടുള്ള മെറ്റബോളിസം, അതേപോലെ തന്നെ ഉറക്കം, എല്ലാ കാര്യങ്ങളും നമ്മുടെ ജനറൽസ് ബെറ്റർ ആക്കാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഹോമിയോ മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഹോമിയോ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഓൾറെഡി ഉള്ള ഈ ഒരു ഇങ്ങനത്തെയുള്ള അവസ്ഥകളിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കാനും നമ്മുടെ ഉറക്കം കറക്റ്റ് ചെയ്യാനും ഒക്കെ നല്ല രീതിയിൽ ആ കേസിൽ എനിക്ക് സാധിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈവൺ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഡിസീസ് സിംറ്റംസ് ഒന്നുമില്ലെങ്കിൽ തന്നെ നമ്മുടെ ഉറക്കം ശരിയല്ല എന്നുണ്ടെങ്കിൽ പ്രകൃതം അനുസരിച്ചുള്ള മരുന്നുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്